സയ്യിദ അൽ ഹുറ എന്ന ജിബ്രാൾട്ടറിന്റെ റാണി കടലിനെയും കാറ്റിനെയും കീഴടക്കി ഓളങ്ങൾക്ക് മുകളിലൂടെ ജേതാവിനെ തീരുമാനിക്കുന്ന രക്തപങ്കിലമായ മത്സരത്തിനിടയിൽ കപ്പിത്താൻമാർക്കിടയിലെ എതിരാളികളില്ലാത്ത റാണി, യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും അതിർത്തിയിൽ രണ്ട് സംസ്കാരങ്ങളും രണ്ട് മതങ്ങളുമായി ജീവിച്ച ജനതയുടെ സംഘർഷം അതിന്റെ തീവ്രതയിലെത്തിയ കാലത്തെ പടനായിക, കരുത്ത് മാറ്റുരച്ചു നോക്കൽ ആണുങ്ങളുടെ കളിയാണെന്ന് തെറ്റിദ്ധരിച്ചവരെ, ആണുങ്ങളുടെ പടക്കളമായി അറിയപ്പെട്ടിരുന്ന ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഒരിക്കൽ ഒരു പെണ്ണു വാണിരുന്നു. ലല്ല ഐഷ ബിന്ത് അലി അഥവാ സയ്യിദ അൽ ഹുറ. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ മൊറോക്കോ ഭരിച്ചിരുന്ന പ്രവാചക കുടുംബമായിരുന്നു ഇദ്രീസി. 1485-ൽ ഇദ്രീസി പാരമ്പര്യത്തിലെ അലി ബിൻ റാഷിദിന്റെ മകളായിട്ടാണ് സയ്യിദയുടെ ജനനം. ഇന്നത്തെ സ്പെയിനിന്റെ ഭാഗമായ അന്തലൂസിയയിലായിരുന്നു ജനനം. പടിഞ്ഞാറേ യൂറോപ്പിലെ മുസ്ലിം സാമ്രാജ്യങ്ങളുടെ പ്രതാപം മങ്ങിത്തുടങ്ങിയ കാലം. 1492-ൽ ഗ്രനാഡ കൂടെ വീണതോടെ പടിഞ്ഞാറേ യൂറോപ്പിൽ മുസ്ലിം ജീവിതങ്ങൾ പരുക്കലിലായി. ഇസബെല്ലയുടെ നേതൃത്വത്തിലെ ക്രൂരമായ ഇൻക്വിസിഷൻ നടപടികൾ ഒന്നുകിൽ അസ്തിത്വം മറച്ചുവെച്ച് സ്പെയിനിൽ കഴിയുക, അല്ലെങ്കിൽ വടക്കൻ ആഫ്രിക്കയിലേക്ക് പലായനം ചെയ്യുക എന്ന സ്ഥിതിയിലേക്ക് മുസ്ലിം ജീവിതങ്ങളെ തള്ളിവിട്ടു. സയ്യിദ ലല്ല ഐഷ ജനിച്ചു അധികം വൈകാതെ പിതാവും കുടുംബവും മൊറോക്കോയിലെ തെത്വാനിലേക്ക് പലായനം ചെയ്തു. 10 വയസ്സിനടുത്ത് പ്രായമേ ഉള്ളുവായിരുന്നുവെങ്കിലും ആ പലായനം ലല്ലയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അത് മനസ്സിലാക്കിയത് പക്ഷേ കാലം കടന്നു പോയപ്പോൾ കടന്നു വന്ന പോർച്ചുഗീസ് സ്പാനിഷ് കടൽ യുദ്ധക്കാരാണെന്ന് മാത്രം. തെത്വാനിൽ വെച്ച് ലല്ല അലി മന്ത്രിയെ വിവാഹം ചെയ്തു. അന്തലൂസിൽ നിന്ന് പലായനം ചെയ്തവരായിരുന്നു തെത്വാനിൽ അധികവും. 1510-ൽ അലി തെത്വാനിലെ ഗവർണറായി. ഭരണത്തിലും മറ്റും ഉന്നതമായ കഴിവ് പ്രകടിപ്പിച്ചിരുന്ന അലി തെത്വാനിൽ ഒരു അന്തലൂസ് നിർമ്മിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷേ അധികകാലം കഴിയുന്നതിന് മുൻപ് 1515-ൽ അലി മരണപ്പെട്ടു. അതോടെ ലല്ല ഐഷ അധികാരം ഏറ്റെടുത്തു. അധികാരം ഏറ്റ ഉടനെ ലല്ല സയ്യിദ അൽ ഹുറ എന്ന നാമകരണം ചെയ്യപ്പെട്ടു. പരമാധികാരിയായ സ്വാതന്ത്ര്യ എന്നാണ് ഹുറ കൊണ്ട് അർത്ഥമാക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ എല്ലാ മാനങ്ങളിലും അത് അനർത്ഥമാക്കുന്ന പ്രകടനത്തിന് ജിബ്രാൾട്ടർ സാക്ഷ്യം വഹിക്കുന്നതാണ് പിന്നീട് കണ്ടത്. അൽജിയസിന്റെ തീരങ്ങളിൽ തുർക്കി സുൽത്താന്റെ പ്രതിനിധികളായി ബർബറോസ സഹോദരങ്ങൾ തേരോട്ടം നടത്തുന്ന കാലമായിരുന്നു അത്. ഹുറ ബർബറോസമാരുമായി സന്ധി ചെയ്തു. തന്നെയും കുടുംബത്തെയും ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കിയ സ്പാനിഷ് പോർച്ചുഗീസ് സാമ്രാജ്യങ്ങളെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ബർബറോസമാരുമായി സന്ധിയിലായ ഹുറ പക്ഷേ ആ ആനുകൂല്യം പറ്റിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. തെത്വാന്റെ തീരങ്ങളിലൂടെ പോകുന്ന പോർച്ചുഗീസ് കപ്പലുകൾക്കെതിരെ ശക്തമായ ആക്രമണം അയച്ചുവിട്ടു. എത്രത്തോളം എന്നാൽ 16-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് രേഖകളിൽ തങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ, തങ്ങളെ വിലപേശാൻ യോഗ്യതയുള്ള വ്യക്തികളിൽ അവർ ആട്ടിയോടിച്ച ഒരു വ്യക്തിയുടെ നാമം എഴുതി ചേർക്കുന്നിടത്തോളം. ഇങ്ങ് ഹിന്ദുസ്ഥാനിൽ പോർച്ചുഗീസ് തലസ്ഥാനത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കൊച്ചി രാജാവും താനൂർ രാജാവുമൊക്കെ പോർച്ചുഗീസിന്റെ പാദസേവകരാവാൻ മത്സരിക്കുന്ന കാലത്താണ് അവരുടെ തലസ്ഥാനത്തിന് ചുവട്ടിൽ അവർക്ക് വില പറഞ്ഞ് ആ വനിതാരത്നം നിലകൊണ്ടത് എന്നോർക്കണം. തെത്വാനുമായി അടുത്ത തീരങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച ഹുറ പിന്നീട് തന്റെ കടൽ സാമ്രാജ്യം പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പടിഞ്ഞാറൻ മെഡിറ്ററേനിയന്റെ ബർബറോസ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ആദ്യ ഭർത്താവ് മരണപ്പെട്ട ഹുറയുമായി അന്നത്തെ മൊറോക്കൻ സുൽത്താൻ വിവാഹാഭ്യർത്ഥന നടത്തി. വിവാഹത്തിന് സമ്മതം മൂളിയ സയ്യിദക്ക് പക്ഷെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. തെത്വാൻ വിട്ടു വരാനാവില്ല എന്നതായിരുന്നു ഒന്നാമത്തേത്. പിന്നെ വിവാഹ ആവശ്യങ്ങൾക്കായി സുൽത്താൻ മൊറോക്കൻ തലസ്ഥാനമായ ഫിസിൽ നിന്ന് തെത്വാനിലേക്ക് വരണമെന്നതായിരുന്നു അടുത്തത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സുൽത്താൻ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി തലസ്ഥാന നഗരം വിട്ടു പോകുന്നതിനും കാലം സാക്ഷ്യം വഹിച്ചു. സ്വാതന്ത്ര്യാധികാരമുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി, ജിബ്രാൾട്ടറിന്റെ പരമാധികാരി വനിതയ്ക്ക് വേണ്ടി 30ഓളം വർഷം സയ്യിദയുടെ ഭരണം നീണ്ടുനിന്നു. 1542-ൽ മരുമകൻ മുഹമ്മദ് അൽ ഹസൻ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ മെഡിറ്ററേനിയൻ പിടിച്ചടക്കാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാ പുരുഷ കേസരികൾക്കും മീതെ റാണിയായി സയ്യിദ തുടർന്നു. 2 വൻകരകളും തങ്ങളുടെ നടുവിലെ കടലിന്റെ റാണിയായി അവരെ ഏകകണ്ഠേന വായിച്ചു. അല്ലെങ്കിൽ ചരിത്രത്തിൽ പ്രജ്വല വനിത അധികാരം അതിന്റെ എല്ലാ മുഷ്ടിയും ഉപയോഗിച്ച് പടിഞ്ഞാറേ മെഡിറ്ററേനിയന്റെ അധികാരം കൈയടക്കി വെച്ചു എന്ന് പറയുന്നതാവും ശരി. അല്ലെങ്കിലും ഫാത്തിമയുടെ മക്കളിൽ സൈനബിന്റെ പിൻഗാമികളിൽ ഒരു ഹുറ അത്ഭുതപ്പെടുത്തുന്നതേയില്ല. ഒരു ഏകാധിപതിക്കും ഒരു അധിനിവേശകനും കീഴടങ്ങുന്നതല്ല അവരുടെ പാരമ്പര്യം.